ഇന്ന് എനിക്ക് കുറച്ച് അധികം സന്തോഷമുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഈദ് ഹോളിഡേയ്സിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മോർണിംഗ് ഷിഫ്റ്റാണ്. കണ്ടിന്യൂസ്ലി ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. ഞാൻ രാത്രി 8:30 എത്തുമ്പോഴത്തേനും ഹസ്ബൻഡ് ഫുഡും കഴിച്ച് കിടന്നുറങ്ങാൻ കയറിയിട്ടുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കിപ്പോൾ സമ്മർ ബാൻഡ് ഡ്യൂട്ടി ഏർലി മോർണിംഗ് 4 o'clock പോകണം 12 PM വരെ. സത്യം പറഞ്ഞാൽ നമ്മൾ കാണൽ തന്നെ വളരെ കുറവാണ്. ഇന്നപ്പോൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഒരാൾ ജിമ്മിന് പോകാൻ റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഒരുമിച്ചുള്ളതല്ലേ, ഒരു കോഫിയൊക്കെ ഇട്ടിട്ടൊന്ന് കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഒരുമിച്ചിരുന്ന ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട്. എനിക്കാണെങ്കിൽ എപ്പോഴും ഒരാൾ കൂടി ഉണ്ടാവുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും കോഫിയാണ് കുടിക്കണേ. ഞാൻ മിൽക്ക് കോഫിയും ചേട്ടൻ കോഫി കുടിക്കണേ ബ്ലാക്ക് കോഫി. കൂപ്പറിനുണ്ടല്ലോ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സൈക്കുട്ടൻ ജിമ്മിന് പോകുന്നതിനുള്ള വിഷമമുണ്ട് കേട്ടോ. ആര് പുറത്ത് പോവുകയാണെങ്കിലും ഇതുപോലെ ബാക്കിൽ വന്ന് നിൽക്കും, എന്നെയും കൂടെ കൊണ്ടുപോവോ എന്നുള്ള രീതിയിൽ. ഇപ്പം അവനെ കൊണ്ടുപോകാണ്ട് പോയതിനുള്ള വിഷമാണ് ആ മുഖത്ത് മുഴുവൻ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവനെ ഒന്ന് ഉഷാറാക്കാൻ അവൻ്റെ കൂടെ കളിച്ചിട്ട് എനിക്ക് കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് വിരിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു, ജിമ്മ് കഴിഞ്ഞ് വന്ന പ്രോട്ടീൻ ആവശ്യമാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഡിന്നറൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ കൂപ്പറിനെയും കൊണ്ട്. നല്ല കാറ്റായിരുന്നു പുറത്ത്, പക്ഷെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. നല്ല ഹാപ്പിലി ഓടിപ്പോയിരുന്ന കൂപ്പർ തിരിച്ച് നടന്നു വരുമ്പോഴത്തേനും പതുക്കെ സ്പീഡൊക്കെ കുറച്ച് കുറഞ്ഞു. ഒരു റൗണ്ട് നടന്നു വന്നപ്പോഴേക്കും എല്ലാവരും നല്ല ടയേർഡായിട്ടോ. പിറ്റേ ദിവസത്തേക്കുള്ള ലഞ്ച് ഞാൻ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇന്ന് ആ ഒരു പണിയും കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ വേഗം ഈസി റെസിപ്പി ഉണ്ടാക്കി ഫുഡും പാക്ക് ചെയ്തു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം.